നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ. ഈശോ, അങ്ങയുടെ മക്കൾ അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങയുടെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്നവർ, രോഗികളായിരിക്കുന്നവർ, ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് എടുക്കുന്ന അമ്മമാർ,
ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവെ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവെ. പരീക്ഷയ്ക്ക് പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ജപ്തി നടപടിയിലേക്ക് പരിഹാരം കാണാൻ പോകുന്നവർ, ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ അർപ്പോ വിളിച്ചുകൊണ്ട് കർത്താവെ തിരികെ വരാൻ ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമ പരിശുദ്ധമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മ കന്യാസി മറിയം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവപദത്തിലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാ നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 1 Thessalonians 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇപ്പം ആത്മാവിന് ഒരു ടെൻഡൻസി ഉള്ളത് പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന ആവിയായി പോകത്തില്ലേ, അളവിലും കുറവുണ്ടാവും. നമ്മൾ ഈ വലിച്ചു കെട്ടിയ ലൈൻ കമ്പിയിൽ വല്ല ഓലമടല, വല്ല തെങ്ങ്, വല്ല ഈ വൃക്ഷത്തിൻ്റെ കമ്പ വീണ് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ. അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപി മുട്ടിയാലും ചോർച്ച ഉണ്ടാകും. ലോകാരൂപി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 5:19 എടുത്ത് ഗലാത്യർ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ ഇവർക്ക് തുല്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നത്. ദൈവാരൂപി നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും. എന്താണ് അത്? 1 Thessalonians 5:19 അനുസരിച്ച് നിർവീര്യമാണ്, വീര്യശക്തി പോവും പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് ലോകാരൂപിയെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ബാക്കി ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ? മത്തായി 19:10-11. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർത്തൃ ബന്ധം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതം അത് തന്നെ ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നതല്ലേ ഭേദം. ക്രിസ്തീയ ജീവിതം അസാധ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് ചോദിക്കുന്നത് തുല്യമാണിത്. അതിന് ഈശോ പറഞ്ഞ മറുപടി നോക്കിയേ. അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കൃപ ലഭിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് തനത് കൃപയെന്ന് പറയും. ഓരോ സബ്ജക്റ്റ് വൈസ് കൃപയുണ്ട്. ഇതിന് നമ്മൾ യുണീക്ക് ഗ്രേസ് എന്നൊക്കെ വേണേൽ പറയാം. തനത് കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഭക്തി കുറഞ്ഞു പോയി, അതെന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഭക്തി. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കണത് എന്താണ്? 1 Thessalonians 5:10 വർക്കൗട്ട് ചെയ്തിട്ട് ആത്മാവ് നിർവീര്യമായതാണ്. ഏഷണിയും പരദൂഷവും നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ചെന്ന് ചാടി അത് ലോകാരൂപി ആയത് കാരണം വീണ്ടും പ്രസരണ നഷ്ടം ഉണ്ടാകും, ആത്മാവ് നിർവീര്യമാകും. ആത്മാവ് നിർവീര്യമാക്കരുത് എന്നാണ് പറയണത്. അപ്പോൾ ആരാണ് ആക്കണത്? അതാരാണ്? നമ്മളാണ്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷ്യസ് റെമഡി എടുക്കാം, അല്ലേ? ഒരു മുൻകരുതലെടുക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. രോഗം വരുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് എന്താണ്? ആരോഗ്യമായിട്ടിരിക്കണമെന്നല്ലേ? നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയല്ല ചെയ്യണത്, വീര്യപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം.
പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണത് ആരാണ്? അത് നമ്മളല്ലേ. അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം, നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും. നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുതെന്നുള്ളത് അപ്രസക്തമായി പോകും. ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഇതൊക്കെ വല്ലതും നടക്കുമോ അച്ഛാ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നവരൊക്കെ ഈ 0 വോൾട്ടേജുള്ള ആൾക്കാരുണ്ടാവുമല്ലേ, ഇതൊക്കെ വല്ലതും നടക്കണ കാര്യമാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചില്ല ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ആ വചനം എടുത്തേ, മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. മനുഷ്യർക്ക് ചെറുക്ക് അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പം നിന്നെ വിശുദ്ധി നിലനിർത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമായിരിക്കുക, ടെൻഷനൊന്നും വേണ്ട. അടുത്ത ക്ലാസ് മറ്റേ ഉടമ്പടിയുടെ ക്യൂവിൽ നിൽക്കണം, അങ്ങനത്തെ ടെൻഷനൊന്നും ആവശ്യമില്ല. ഇത് നിങ്ങളും ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇതിൽ ഇത്രയും മാത്രം മതി. ഉടമ്പടി എന്താ? ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. അത് 2 കൊരിന്ത്യർ 5:17 ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയായിട്ട് മാറും. അതാണ്, അത് ബോധ്യമാണ്. വെറുതെ ഒരു ബോധ്യമില്ലാതെ പോയി കുറേ ഫോം ഫില്ല് ചെയ്ത് ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. അതിൽ ജോഷുവ 24:14 പറയുന്ന പോലെ ദൈവത്തെ സേവിക്കണമെങ്കിൽ അത് ആത്മാർത്ഥതയോടും പിന്നെ അത് സ്നേഹത്തോടും ആത്മാർത്ഥതയോടെ സിൻസിയറായിരിക്കണം, വിശ്വസ്തയോടെ. സിൻസിയറിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തെ സേവിക്കുന്നത് ആത്മാർത്ഥതയും വിശ്വസ്തയോടെ. ഇല്ലാതെ എപ്പോൾ എൻ്റെ ചാൻസ് വരും, അവിടെ പോയില്ലെങ്കിൽ സീറ്റ് കിട്ടില്ല, പിന്നെ 2ാമത് ബാച്ചിലായി പോവും, അതൊന്നുമില്ല കാര്യം. ദൈവത്തിനെ അറിയാം. നിങ്ങൾക്ക് ദൈവത്തിനെ മനസ്സിലാക്കണം. ആ ഒരു ബോധ്യമാണ് ആവശ്യം. വേറെ ചിന്തയൊക്കെ വിട്ട് ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ഒന്ന് ചേരാനാണ് ഉള്ളൊരു ബോധ്യം വേണം. അതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ എപ്പോഴും ഓർക്കണം. പുറപ്പാട് 20:24 പറയുന്നത്, എന്നെ ഓർക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ഞാൻ തന്നെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ്. അപ്പോൾ അതൊക്കെ ബോധ്യമുള്ളവർക്കാണ് ആ അനുഭവം കിട്ടുക. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ഓർക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ദൈവം വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ കുറേ പേർക്ക് ഈ കുറ്റബോധം, ഗിൽട്ട് ഫീലിംഗ് ആണ്. അത് പാവമാണ്. ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ കുറേ പാവം ചെയ്തു പോയി, ദൈവം എന്നെ നോക്കുക. അതൊന്നുമില്ല. മത്തായി 9:13 പറയുന്നത്, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. പാപികളെയാണ് ഞാൻ പാപികളെ സ്നേഹിക്കുക. കാര്യം എന്താ? പാവം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നതാണ് ദൈവം? ഇല്ല. ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ പാപികളായിട്ടില്ല കാണുന്ന ദൈവം, നമ്മളെ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ദൈവത്തിനെ കാണുക. പക്ഷേ മക്കൾ സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അത് വിടിയിക്കാനാണ് ദൈവം വന്നത്, അതിനെ വിളിക്കാനാണ് വന്നത്. അപ്പം നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മളെ ദൈവം, ഈശോ നമ്മളെ സ്നേഹിക്കുകയാണ്. ഈശോയുടെ കണ്ണിൽ നമ്മളെ പാപങ്ങളില്ല കാണുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്നുള്ളതാണ് ദൈവം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറച്ച് സമയം എടുക്കുള്ളൂ, അത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. അപ്പോൾ ഉടമ്പടിയിലും
നമ്മൾ വചനം വായിക്കണം, അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ ശക്തി അനുഭവപ്പെടാനാണ്. ദൈവത്തിൻ്റെ ശക്തി അത് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുമ്പോൾ അത് സൗഖ്യമായിട്ട് മാറും, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും, ആത്മാവിൽ ശക്തി ഇറങ്ങി വരുമ്പോൾ അത് കൃപയായിട്ട് മാറും. കൃപ കൊണ്ടാണ് നമുക്ക് അനുദപിക്കാൻ സാധിക്കുക, നന്മ ചെയ്യാൻ സാധിക്കുക, തിന്മ വിടാൻ സാധിക്കുക, ജീവിതത്തിൻ്റെ അടിമത്വം, പാവത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കുന്നു. അപ്പോൾ എപ്പോഴും ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ ശക്തി വചനം വായിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കണം. ബൈബിൾ വായിക്കാൻ സാധിക്കാത്തവർ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ, അത് കൃപയുടെ കുറവ് കൊണ്ടാണ്. കൃപ എല്ലാവർക്കും ദൈവം സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ശക്തിപ്പെടുക. അപ്പോൾ അത് ആഗ്രഹിക്കണം, അത് ബോധ്യത്തോടെ. വെറുതെ ഒരു ചടങ്ങായിട്ട് മാറ്റരുത്. ഇത്രയും ഒരു ഫോർമുലയായിട്ട് ഇത്രയും പ്രാർത്ഥന കാലത്തെ 5:30 മണിക്ക് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി, പിന്നെ വൈകുന്നേരം ചൊല്ലി, കുറച്ച് പത്രം നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് എങ്ങനെയും ആ പത്രം കൊടുത്ത് തീർക്കുക, 18 പത്രം കൊടുത്ത് തീർക്കുക, ഒന്നുമില്ല. ഒരേ പത്രം കൊടുക്കുമ്പോഴും ആൾക്കാരെ ആർക്കാണ് ഇങ്ങനെ പത്രം കൊടുക്കുന്നോ അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെച്ച്, ഈശോയെ നീ അയക്കുന്നവർ എൻ്റെ അടുത്ത് വരണം, നീ അയക്കുന്നവർ മാത്രം എൻ്റെ അടുത്ത് വരാവൂ, അവരെൻ്റെ കണ്ണിൽ കാണിച്ചു തരണം, ഞാൻ അവർക്ക് പത്രം കൊടുക്കും. നിന്നെ തന്നെയാണ് കൊടുക്കുന്നത്, അവർക്ക് വിശ്വാസത്തെയാണ് അമ്മ കൊടുക്കുന്നത്, ഈശോയിനുള്ള ബോധ്യത്തെയാണ് അമ്മ കൊടുക്കുന്നത്. അപ്പോൾ അവരോട് 2 വാക്ക് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, പേടിക്കൊന്നും വേണ്ട. ഇത് കൊടുക്കുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും, ആൾക്കാരെന്ത് ചെയ്യും, ഒന്നുമില്ല. അങ്ങനെ ആൾക്കാർ എന്തെങ്കിലും പ്രതികരിച്ചാലോ നിങ്ങൾക്ക് അപമാനം കിട്ടിയാലോ അത് ഈശോ അറിഞ്ഞുകൊണ്ടാണ്, അത് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നെ പ്രതി നിങ്ങൾ വേദന അനുഭവിക്കുമ്പോൾ, സഹനം അനുഭവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും, എൻ്റെ വചനം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയിട്ടാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചില പ്രതികൂല അനുഭവങ്ങൾ അമ്മ വിചാരിക്കുന്ന പ്രതികൂലം, പക്ഷേ ദൈവത്തിന് അത് അനുകൂലമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ സിമ്പിളാണ്. ദൈവം വലിയ കോംപ്ലിക്കേറ്റ് ഒന്നുമില്ല. നമ്മ അതിനെ കോംപ്ലിക്കേറ്റ് ആക്കിയ പ്രാർത്ഥനാ കാര്യം, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് എന്തോ വലിയ കാര്യമാണ്. ദൈവം എന്നിലിരുന്ന് അകന്നിരിക്കുകയാണ്. ഈശോ കുരിശിൽ മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നേക്കാളും എനിക്ക് വേണ്ടിയിട്ടാണ്, ഒറ്റപ്പെട്ട എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്നുള്ളൊരു ബോധ്യം വേണം. അപ്പോൾ ഈ ലോകത്ത് നമ്മളെങ്ങനെ കാണണമെന്നില്ല വിഷയം. ലോകം നമ്മളെങ്ങനെ കാണുന്നു, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ഉണ്ടാവും, അതിലൊന്നും വലിയ കാര്യമില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, ദൈവം അതാക്കി തീർക്കും. നമ്മൾ അനുവദിച്ച് ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ചെറുപ്പത്തിലെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ജോലിയെക്കുറിച്ച് ആലോചിക്കും. മെഡിക്കൽ റെപ്പ് നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞാൻ ചോദിക്കും. അത് കിട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടായി, പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ ആട്ടോ എങ്കിലും ഓടിച്ചാൽ മതി എന്ന് ആട്ടോ പിടിച്ചാൽ അത് സാധിച്ചില്ല. എനിക്ക് കയ്യൊക്കെ വിറയ്ക്കണം, 3 വീലുള്ളതുകൊണ്ട് അത് ഓടിക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം ട്രെയിൻ ചെയ്തിട്ട് അത് വിട്ട് പിന്നെ ഞാൻ റെയിൽവേ ടെസ്റ്റ് എഴുതും. അത് കുറേ എനിക്ക് പ്രാർത്ഥനയൊന്നും അറിയില്ല. ഒരു ചെറിയ ബൈബിളുണ്ട്, അത് വെച്ച് മാതാവിനോട് അമ്മയോട് സംസാരിക്കുന്ന പോലെ, എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് റെയിൽവേയിൽ TTR ജോലി അത് കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഈ TTR ജോലിക്ക് വേണ്ടി ഞാൻ ടെസ്റ്റ് എഴുതി. വലിയ ആഗ്രഹത്തിൽ, വലിയ സ്വപ്നമായിരുന്നു. അതിനെക്കുറിച്ച് സ്വപ്നം കാണും, ആ കോട്ടൊക്കെ, കറുത്ത കോട്ടൊക്കെ ഇട്ട്. ഇന്നലെ TTRനെ കണ്ടപ്പോൾ അതാ ഓർത്തത്. ട്രെയിനിൽ വന്നപ്പോഴേ ഞാൻ ഇതൊക്കെ സ്വപ്നം കണ്ടതല്ലേ ഇത്. പക്ഷേ നമ്മളൊക്കെ സ്വപ്നം പരിമിതിയുണ്ട്, ലിമിറ്റുണ്ട്, ഇത്രയേ ഉള്ളൂ.
ദൈവത്തിൻ്റെ സ്വപ്നം വേറെയായിരുന്നു. അത് എവിടേക്കോ എത്തിച്ച് ദൈവം എന്ത് അവിടെ. അപ്പോൾ നമ്മളുടെ പല ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് തോന്നും ഇത് കിട്ടിയ വലിയ ഭാഗ്യമാണ്, വലിയ കാര്യമാണെന്ന്. അതൊക്കെ ചെറുതാണ്, പൊട്ടിയാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി അതിനേക്കാളും അപ്പുറമാണ്. അത് നിനക്ക് മനസ്സിലാകില്ല. ഇപ്പോൾ അത് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം കുറച്ച് കാലം. അതിനുള്ള അവസരമാണ് ഈ ഉടമ്പടി ചേർന്ന് നിൽക്കാനുള്ളത്. ദൈവം നിന്നെ ആക്കി തീർക്കും. ദൈവത്തിനുള്ള സ്വപ്നം ഹൃദയത്തിലുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഹബക്കൂക്ക് 1:5 ഞാൻ നിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്നത് നീ ആരോടെങ്കിലും പറഞ്ഞാലോ അവരാരും വിശ്വസിക്കില്ല. അതാണ് ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. അതിൻ്റെ അർത്ഥം നമുക്ക് കുറേ വലിയ കൊട്ടാരം പണിയും ഇല്ല, ഈ ലോകം കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ തരും, അതൊന്നും ആവശ്യമില്ല. നമുക്ക് കൊട്ടാരമൊക്കെ കിട്ടിയിട്ട് എന്തിനാ? നമ്മൾ ഈ വലിയ വലിയ ബംഗ്ലാവ് പണിഞ്ഞിട്ട് അവിടെ പോയി കിടന്നിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി സന്തോഷം സമാധാനമാണ്. സ്വർഗം ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്. അത് ദൈവത്തിൻ്റെ കൂടെ എവിടെയാണെങ്കിലും, ഇന്നലെ ഒരു സഹോദരി ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വന്ന അതിനൊരു കേസായിട്ട് റിമൈൻഡ് ചെയ്ത്, അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ വന്ന് അവിടെ കോയമ്പത്തൂർ വന്നത്. അപ്പോൾ അതിനെന്താ കാര്യമെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ ബെയിൽ റിജക്റ്റ് ചെയ്ത് ബെയിൽ കിട്ടിയില്ല. അപ്പോൾ സറണ്ടറായി കഴിഞ്ഞാൽ അവർ റിമൈൻഡ് ചെയ്യും, അകത്താവും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാൻ അതിനോട് പറഞ്ഞ് എവിടെ പോയാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്താ കാര്യം? കൊട്ടാരത്തിൻ്റെ അകത്ത് നീ വലിയ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്, നീ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ഫലം? നീ റോട്ടിലാണ് കിടക്കണ, പക്ഷെ അടുത്ത് നിൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നിൻ്റെ സ്വർഗം. പ്രൈസ് ദി ലോർഡ്. അതാണ് നീ ആഗ്രഹിക്കേണ്ടത്. ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൊന്നാണ്, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ആ ഒരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാം ലഭിക്കും. ഇങ്ങനെ വേണം, മൊത്തം വേണം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നത് നമ്മളെ ആവശ്യം തന്നെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ആവശ്യം എന്താണെന്ന് ദൈവത്തിനറിയാം. അത് ദൈവം നിനക്ക് തരും. നിൻ്റെ ആവശ്യങ്ങളൊക്കെ, എൻ്റെ ആവശ്യം TTR ആയിരുന്ന ഒരു ആട്ടോ ആയിരുന്നു, ആട്ടോയുടെ ഡ്രൈവറായിരുന്നു. അതൊക്കെ അന്ന് എൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ അതായിരുന്നു എൻ്റെ ആവശ്യം ഇല്ല. ദൈവത്തിനറിയാം. നമ്മൾ പലപ്പോഴും ഇപ്പം ചോദിക്കുന്ന ഒന്നും നമ്മളെ ആവശ്യമായിരിക്കില്ല. അത് നമുക്ക് വലുതായിട്ട് തോന്നും, അതൊരു സ്വപ്നമായിരിക്കും. ഞങ്ങൾ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതി. ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ഞാനാണെന്ന് നമുക്ക് തോന്നിക്കുക. പക്ഷെ അതൊന്നുമില്ല. നമ്മളെ തന്നെ നമുക്ക് പല സഹനങ്ങളും ദൈവം തരുന്നത് എന്തിനാണ് തരുന്നത്? സഹനം തരുന്നത് ദൈവത്തെ ആശ്രയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്നത്തെ വചനവായനയിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങളാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ വലിയവരായി തീരുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നു, എന്തിനാ ഈ സഹനം? നീ ആശ്രയിച്ച് നിൽക്കുക. അപ്പോൾ സഹനം തന്ന് നീ ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നീ ആദ്യം തൊട്ടേ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ സഹനം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ്, ദൈവത്തിലിരുന്ന് പിടിവിട്ട് ലോകത്തിലേക്ക് പിടി കൊടുക്കുമ്പോഴാണ് നിനക്ക് സഹനം കിട്ടുക. പിടിവിട്, എൻ്റെ അടുത്ത് വാ. അത് സഹനം കിട്ടുന്നത് ഏതിലൊക്കെയാണ് നീ പിടിവെച്ചിരിക്കുന്നോ, ആശ്രയം വെച്ചിരിക്കുന്നോ, അതിലായിരിക്കും നമുക്ക് പ്രശ്നം ഉണ്ടാകുക. ഹല്ലേലൂയ. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ദൈവത്തോട് നിന്നോടുള്ള കരുതലാണ്. എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ഈ ലോകത്തിൻ്റെ പിടിയിൽ പോയി പോകരുത്. സാത്താൻ്റെ പിടിയിലായി പോവും, അടിമത്വത്തിലായി പോവും. എന്നെ ആശ്രയിച്ച് നിന്നാൽ മാത്രം മതി. എനിക്കറിയാം അവരെവിടെ എത്തിക്കണം, എന്താക്കി തീർക്കണമെന്ന്. നിനക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് നിൻ്റെ ചിന്തകളും ദുഃഖങ്ങളും നിൻ്റെ ഭാരങ്ങൾ എല്ലാം വിട്ടുകളയണം. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ഒറ്റ സെക്കൻഡോട് വിട്ടിട്ട് അതിൻ്റെ കുറച്ച് ചിന്ത വരുമ്പോൾ, ദൈവത്തിന് ഞാൻ വിട്ടിരിക്കുകയല്ലേ, എൻ്റെ ദൈവത്തിനറിയില്ലേ എനിക്കെന്താ ആവശ്യമെന്ന്? എൻ്റെ ദൈവത്തിനറിയാം. ഇതൊക്കെ എങ്ങനെ തീരും? കോടിക്കണക്കിന് കടമുണ്ട്, എനിക്ക് ബാധ്യതയുണ്ട്, രോഗമുണ്ട്.
ഇതെല്ലാം എങ്ങനെ തീരുമെന്ന ഒരു ചോദ്യത്തിന് അതിനെ ആശ്രയിച്ച് നിൽക്കുക. അത് എന്നെക്കൊണ്ട് സാധിക്കില്ല, തീരില്ല. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത എല്ലാ ദൈവത്തിനെ കൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് എൻ്റെ ദൈവത്തിന് സാധിക്കും. അതിന് ഞാൻ ചെയ്യേണ്ടത് ദൈവത്തെ മാത്രം ആശ്രയിച്ച് നിന്നാൽ മതി. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുക. അതെപ്പോഴും ആമേൻ പറയുക. എന്ത് സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ തോന്നിയാലും അപ്പോൾ എല്ലാം നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം പറഞ്ഞ് നീ സന്തോഷിക്കുക. അങ്ങനെ ജീവിച്ചു നോക്ക് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇത് വേറെ എവിടെയോ കേട്ടിട്ടില്ല ഞാൻ പറയണത്. അങ്ങനെ ഞാൻ പല അടവും നോക്കി, എൻ്റെ സ്വന്തം ബലത്തിൽ വിചാരിച്ച് പല കാര്യങ്ങളും നോക്കി. എത്രയോ രാഷ്ട്രീയക്കാരെ എനിക്ക് പരിചയമുണ്ട്, എത്രയോ പേരെ പരിചയമുണ്ട്. അതെല്ലാം അവരെല്ലാം ആശ്രയിച്ച് നിന്നിട്ട് ഒന്നും സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവസാനം എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിന്നപ്പോഴാണ് ദൈവം വഴി നടത്തിയത്, എനിക്ക് സമാധാനം കിട്ടിയത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ അന്വേഷണം തീരില്ല. ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും, ഈ ലോകത്തിൻ്റെ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. ഇന്ന് ഒരു തീരുമാനം എടുക്കണം, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. എന്തൊക്കെ പ്രതികൂലമായിട്ട് സാഹചര്യം എൻ്റെ മുമ്പിൽ കൺമുമ്പിൽ തോന്നട്ടെ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടിയിൽ ദൈവം നമുക്ക് തരുന്നത് വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനം നിറവേറും, വാഗ്ദാനം നിറവേറ്റിത്തരും. ഈ ലോകത്ത് ഈ ബൈബിളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ 8550 വാഗ്ദാനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദാനം എല്ലാം തന്നെ ദൈവത്തിനറിയാം. ഈ ലോകത്തിന് ജനിച്ച് ഈ ലോകം വിട്ട് പോകുന്നത് വരെ നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, എന്തൊക്കെ ആവശ്യം, അതെല്ലാം ഈ വാഗ്ദാനത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ നീ ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാവുന്ന മത്തായി 6:8 പറയുന്നത് ഇത് തന്നെയാണ്. നിനക്കെന്ത് ആവശ്യമുണ്ടെന്ന് നീ ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം. അപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ലൂക്ക 22:42 ദൈവമേ, എൻ്റെ ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെക്കാളും നിനക്കേ അറിയാവൂ എനിക്ക് എന്ത് ആവശ്യമുണ്ടെന്ന്. അത് ഈ വാഗ്ദാനത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വാഗ്ദാനങ്ങൾ നമുക്കെല്ലാം അറിയാം. നമ്മൾ ബൈബിള് വായിച്ചിട്ടുണ്ട്, വായിച്ചവർക്കൊക്കെ കുറേ വാഗ്ദാനങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ, എനിക്കിത് പ്രയോജനപ്പെടുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ, നിങ്ങൾക്കും എനിക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്ന വചനം ദൈവം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം തന്നിരിക്കണം നിങ്ങൾക്കും എനിക്കും പ്രയോജനപ്പെടാനാണ്. പിന്നെ പ്രയോജനപ്പെടാത്ത എന്താ? ഹെബ്രിയ 4:2 പറയുന്നത് വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാര്യം അവരതിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വാഗ്ദാനങ്ങൾ, അതിനാണ് നമ്മൾ ബൈബിൾ വായിക്കേണ്ടത്. നിങ്ങൾ വാഗ്ദാനങ്ങളെല്ലാം പഠിക്കണം. നിങ്ങൾക്കുള്ള പ്രശ്നത്തിനെല്ലാം നിങ്ങൾ ബൈബിള് അരമണിക്കൂർ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം ഉത്തരം ഈ ബൈബിളിൽ ഉണ്ടാകും. അത് വാഗ്ദാനങ്ങളായിട്ടുണ്ടാകും. ബൈബിൾ വചനത്തിലുള്ളത് 2 കാര്യമാണ്. ഒന്ന് വാഗ്ദാനവും, ഈ ബൈബിൾ മൊത്ത വചനത്തിൽ ഉള്ളത് ഒന്ന് വാഗ്ദാനവും ഒന്ന് കൽപ്പനയും ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: വാഗ്ദാനവും കൽപ്പന, അതാണ് വചനം. വചനം ദൈവത്തിൻ്റെ ശക്തിയുമാണ്. അപ്പോൾ ഈ ശക്തി വഴിയാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ നിറവേറുന്നത്. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിലാണെങ്കിൽ അത് സൗഖ്യവും, ജീവിതത്തിലാണെങ്കിൽ അത് അനുഗ്രഹവും, ആത്മാവിലാണെങ്കിൽ അത് കൃപയുമായിട്ട് മാറണത്. അപ്പോൾ വചനം എന്താണ്? വചനത്തിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന എന്താണ്? ഒന്ന് വാഗ്ദാനവും, നമുക്ക് തരാനുള്ള വാഗ്ദാനവും, ഇനി ഒരെണ്ണം കൽപ്പന. അപ്പോൾ കൽപ്പന അനുസരിക്കുമ്പോൾ വാഗ്ദാനം മാംസമാകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനുഭവമായിട്ട് മാറും, നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രയേ ഉള്ളൂ ഫോർമുല. അപ്പോൾ ഇത് സിമ്പിളാണ്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16. ആ വചനത്തിൻ്റെ അകത്തുള്ളത് വാഗ്ദാനവും കൽപ്പനയുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കൽപ്പന അനുസരിക്കുമ്പോൾ ഇതിലിരിക്കണ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് മാംസമായിട്ട് നമുക്ക് കിട്ടും, അത് നമുക്ക് പ്രയോജനപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ
ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ ഈ വചനമെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബുദ്ധിയിലാണ് സൂക്ഷിക്കുന്നത്, ബുദ്ധിയിലാണ് വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പോരാ, വലിയൊരു യാത്രയുണ്ട് നമ്മൾ ചെയ്യേണ്ടത്, വിശ്വാസികൾ ചെയ്യേണ്ടത്, ദൈവമക്കൾ ചെയ്യേണ്ടത്. നമുക്കെല്ലാം ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിയിൽ വിശ്വസിക്കും. ഈ വാഗ്ദാനം ഓക്കെ, ദൈവം പറയാം നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, നീ എന്ത് ഭക്ഷിക്കണം, എന്ത് ഉടുക്കണമെന്ന് നീ വിഷമിക്കേണ്ട, ഞാൻ എല്ലാം നിനക്ക് തരാം, നിൻ്റെ ഓരോ മുടിനാറിയ എണ്ണിയിരിക്കുകയാണ്, ഇതെല്ലാം എഴുതിയിരിക്കുക, നീ സങ്കടപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം എന്ന് വെച്ചാൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാം. ഇതെല്ലാം നമ്മൾ എവിടെയാണ് വയ്ക്കുന്നത്? ബുദ്ധിയിലാണ് വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ ബുദ്ധിയിൽ വിശ്വാസമുണ്ട്. ഈ വിശ്വാസം ഒരു മാധ്യമമാണ്. മാധ്യമമില്ലാതെ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. മാധ്യമമാണ്, അത് ലഭിക്കാൻ സാധിക്കില്ല. ഈ ബുദ്ധിയിലുള്ള വിശ്വാസത്തെ നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? സഞ്ചരിച്ച് വരേണ്ടത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറും. നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ബുദ്ധിക്കകത്ത് വിശ്വസിക്കും, ഹൃദയത്തിൽ വിശ്വാസം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പലപ്പോഴും ആഗ്രഹിക്കും ഈ വിശ്വാസത്തെ സഞ്ചരിച്ച് ഒരു യാത്രയിൽ കൂടി നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അവിടെ എന്താ പറ്റണമെന്ന് വെച്ചാൽ പിശാച് ചെയ്യുന്ന പരിപാടി, സാത്താൻ ചെയ്യുന്ന പരിപാടി, അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ, തടസ്സം ഉണ്ടാക്കി വയ്ക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്നു പോകും, താഴത്തേക്ക് വരില്ല. താഴത്തേക്ക് വരാത്ത കാരണം ഞാൻ പറയണത് ശ്രദ്ധിച്ചോ, താഴത്തേക്ക് വരാത്ത ഹൃദയത്തിലേക്ക് ഇല്ലെങ്കിൽ നേരടി ഹൃദയത്തേക്ക് വന്നാൽ മതി, പ്രശ്നം തീർന്ന്. ഒരു വാഗ്ദാനത്തെ ഇങ്ങനെ വിശ്വസിക്കുക, ബൈബിളെടുത്ത് വായിക്കുക, ദൈവത്തോട് പറയുക, ദൈവമേ നീ ഈ വാഗ്ദാനം തന്നിട്ടുണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മളെ മനസ്സിൽ തോന്നും. ഞാൻ വിശ്വാസമൊക്കെ ഉണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കും. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ വിശ്വാസം പോയി, അല്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോയി. പിന്നെ ഈ സങ്കടം വന്ന് കരച്ചിലായി, ബഹളമായി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലവരിക്കും സംഭവിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പോയി ഒരു കുർബാന കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുറത്ത് വന്ന വിഷമം ഉണ്ടാക്കാൻ പാടില്ല. ആ വിഷയത്തെക്കുറിച്ച് വിഷമം പാടില്ല. എൻ്റെ ജോലി ആയിക്കോട്ടെ, എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന, അപ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നത്തെ പോസ്റ്റ് നോക്കി ജോലി വന്നില്ല, മെയിൽ നോക്കി ജോലിയില്ല, അപ്പോൾ പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിഷമം എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിയിലായിരുന്നു വിശ്വാസം, അത് ഹൃദയത്തേക്ക് എത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയത്തേക്ക് കൊണ്ടുവരാത്ത കാര്യം പിശാച് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ മുറിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിശാച് ചെയ്യുന്ന ഒറ്റ പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവുകളെ തരും. അത് പല മുറിവുകളായിരിക്കും. ഹല്ലേലൂയ. ആ മുറിവ് കടന്നു വരണം, മുറിവ് മാറ്റണം. മുറിവ് എന്താണ്? ആരെങ്കിലും നിങ്ങളെ വിഷമം പറഞ്ഞത്, ഇല്ല പല അനുഭവങ്ങൾ, പലവരുടെ അനുഭവം നമ്മൾ കണ്ട്, അപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞ്, ഇല്ല വീട്ടിലെ ബുദ്ധിമുട്ട്, കടബാധ്യത, അപമാനപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ മുറിവുകൾ നമ്മളെ വിശ്വാസത്തെ കുറയ്ക്കും. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നം, ഇതൊക്കെ മുറിവായിട്ട് സൂക്ഷിക്കും. എൻ്റെ ജീവിതത്തിൽ മുറിവ് അത് വിദ്വേഷമായിട്ട് മാറും, സങ്കടമായിട്ട് മാറും, പേടിയായിട്ട് മാറും. ഇതിങ്ങനെ കിടക്കുക. ഇതെല്ലാം വിശ്വാസത്തിനെതിരാണ്. വിശ്വാസം അവിടെ ഒന്ന് സ്റ്റക്കായി പോകും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മുറിവ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഹൃദയത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് റോമ 10:9 പറയുന്നത്, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത്? ദൈവം മരിച്ചവരിലിരുന്ന് അവനെ ഉയർപ്പിച്ചെന്നോ വിശ്വസിക്കണം. അപ്പോൾ ഹൃദയത്തിലാണ് വിശ്വസിക്കേണ്ടത്. എവിടെ വെച്ചെത്തി? അതരത്തിൽ പറഞ്ഞ് അത് എവിടെ വന്നം? ഹൃദയത്തിലാണ് നീ വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്ന എന്താ? കർത്താവ് എന്താ? യേശുവെ വിശ്വസിക്കേണ്ടത്. കർത്താവാണെന്ന് വിശ്വസിക്കണമെന്ന് വെച്ചാൽ എന്താ? അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ എങ്ങനെയാണ് കർത്താവാണെന്ന് വിശ്വസിക്കുന്നത്? മരണത്തെ കീഴടക്കിയവനാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും മരണാവസ്ഥയിലുള്ളതെല്ലാം അതിനെല്ലാം കീഴടക്കിയവനാണ് കർത്താവ്. ആ ഒരു വിശ്വാസം വേണം. എൻ്റെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ബന്ധം മരണത്തിൻ്റെ നിലയിൽ കിടക്കുകയാണ്, മരിച്ച നിലയിലാണ്. എൻ്റെ ആരോഗ്യം മരിച്ച നിലയിലാണ്.
എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം മരിച്ച നിലയാണ്, സാമ്പത്തിക ഭദ്രത മരിച്ച നിലയിലാണ്. മരണത്തെ കീഴടക്കിയവനാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് യേശു ആരാണ്? എൻ്റെ യേശുവിനെ കൊണ്ട് മരണത്തെ കീഴടക്കാൻ സാധിച്ചവനാണ്, സാധ്യമുള്ളവനാണ്, അവ സാധിച്ചതാണ് എന്നുള്ളൊരു വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അവർ രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഈ മുറിവുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുറിവ് അത് സാത്താൻ അവിടെ വിജയിച്ചിരിക്കുകയാണ്. നമ്മ പരാജയത്തിലും ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമുക്ക് വലിയ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ആയുധം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ റൂട്ടിൽ കൂടി പോവുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു AK-47 ഉണ്ട്, ടോക്ക് തന്നിട്ടുണ്ട്, ഗണ്ണുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബ്ലേഡ് വെച്ചിട്ട് ഒരുത്തം വന്നിട്ട് നിങ്ങളെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ സാധ്യത ആയിരിക്കുക, വിജയിക്കാൻ സാധ്യത ആയിരിക്കുക. ആരാ വിജയിക്കുക? ബ്ലേഡ് വെച്ചവനാണോ വിജയിക്കുന്നത്? ആരാ വിജയിക്കുക? AK-47 ഗണ്ണുള്ളവരല്ലേ വിജയിക്കുകയുള്ളൂ. പക്ഷേ ആ ബ്ലേഡ് വെച്ചവനെ ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ്റെ കളി ബ്ലേഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ദൈവം AK-47 തന്നിട്ട് പിന്നെയും സാത്താനാ വിജയിക്കുന്നത്, നമ്മ തോക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും വരച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ വലിയ ആയുധം, AK-47 പവർഫുൾ ആയുധം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വസിക്കാം. വിശ്വാസത്തിനെ തടസ്സപ്പെടുത്തുന്നത് പിശാചാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത് പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. കരച്ചിലും ബഹളവും പെരുവിറുപ്പ് ഇതെല്ലാം പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ. അതിൻ്റെ കാരണം നമുക്ക് ഏറ്റവും വലിയ ആയുധം ദൈവം തന്നിരിക്കുന്നത് എന്തൊക്കെ ആയുധം? കുർബാന. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാന തന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? ബൈബിള് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ എന്താണ്? ജപമാല തന്നിട്ടുണ്ട്. പിന്നെ കൂദാശ, കുമ്പസാരം തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടുത്താൻ അറിയില്ല. ഇതിങ്ങനെ തോക്കും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും വരച്ച് നോക്കുന്ന പോലെ ഇത് ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ആദ്യം ദൈവമക്കൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സാത്താൻ കൊണ്ടുവന്നിട്ട് ഹൃദയത്തിൽ മുറിവാക്കുന്ന എന്താ? സാത്താൻ്റെ പിടിയിൽ പിടിച്ചു വെക്കാനാ. നിങ്ങൾ അനുതപിക്കുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളാണെങ്കിൽ അനുദപിച്ച് കുമ്പസാരിക്കണം, മറ്റുള്ളവരാണെങ്കിൽ അനുദപിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിജാതീയരാണെങ്കിൽ അനുദപിക്കണം. അതൊരു ആയുധമാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നത് കാണാൻ പറ്റും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാറില്ല. ഈ കുമ്പസാരിക്കുന്നത് പോലും അനുദപിക്കുന്നത് പോലും വെറുതെ എപ്പോൾ അനുദപിച്ച് നിങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴാണ് ഞാൻ അനുദപിച്ചത്? അനുദപിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ അത് മറന്നു പോകും. പത്രോസ് അനുദപിച്ചത് എങ്ങനെയാണ്? അവൻ ഈശോനെ തള്ളിപ്പറഞ്ഞപ്പോൾ, അങ്ങേര് ഈശോനെ തള്ളിപ്പറഞ്ഞപ്പോൾ ജീവിതകാലം മൊത്തം അതിനെക്കുറിച്ച് ചിന്തിച്ച് അനുദപിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് നമുക്ക് ഒരു അനുതാപം ഉണ്ടാകണം. കാണുമ്പോൾ അത് ഞാൻ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തു പോയി ഈശോയെ. നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുത്തന് ഇല്ല ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞില്ല, ചീത്ത വാക്ക് സംസാരിച്ച് മോശം പറഞ്ഞെങ്കിൽ നമുക്കൊക്കെ തോന്നലെന്താണെന്ന് അവളോടല്ലേ ചെയ്തതില്ല, അവനോടല്ലേ ചെയ്തില്ല. ഞാൻ ദൈവത്തിനെതിരെയാണ് തെറ്റ് ചെയ്തു പോയത്. ദൈവമാണ് എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്, നീ വിധിക്കരുത്, അതുപോലെ കുറ്റം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുദപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം, ദൈവമേ എൻ്റെ കൃപയിൽ നിറയ്ക്കണേ, ഞാൻ ബലഹീനതയുള്ളവനാണ്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് സാധിക്കില്ല. നിൻ്റെ ശക്തി ഇറങ്ങി വരാതെ, നിൻ്റെ കൃപയിൽ ഞാൻ നിറയാതെ എനിക്ക് നീ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ സാധിക്കില്ല ദൈവമേ. ഞാൻ ശ്രമിക്കാം, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കില്ല ദൈവമേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ജപമാല ചൊല്ലുമ്പോഴും, ജപമാല ചൊല്ലുന്നത് തുടങ്ങുന്നത് അവസാനവും ആർക്കും അറിയില്ല. നമ്മൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സൈക്കിള് സ്റ്റാൻഡ് ഇട്ടിട്ട് നിങ്ങൾ ഒരു 10 മണിക്കൂർ ചവിട്ടിക്കോ. തിരുവനന്തപുരം പോയാണെന്ന് വിചാരിച്ച് ഇവിടെ കൊച്ചിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ചവിട്ടണമെങ്കിൽ എത്തുക 10 മണിക്കൂർ ഇരുന്ന് ഇങ്ങനെ ചവിട്ടുക, കണ്ണും പൂട്ടി ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. എവിടെ എത്തും?
എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ നിൽക്കേണ്ടാവും. പ്രൈസ് ദി ലോർഡ്. സ്റ്റാൻഡ് കളയണം. നമുക്ക് എല്ലാം ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്നാൽ അയാൾ സൈക്കിൾ ഓടിച്ച് പക്ഷെ എത്തിയില്ല. നിങ്ങൾ ജപമാല ചൊല്ലി പക്ഷെ എന്തെങ്കിലും പ്രയോജനം കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ട. ബോധ്യത്തോടെ കണ്ണ് തുറന്ന് നമ്മൾ എവിടെ എത്തി, ഏത് ഭാഗത്താണ് പോകുന്നത്. അപ്പോൾ ജപമാല ചൊല്ലുമ്പോഴും അത് ഭക്തിയോടെ മാതാവ് കൂടെ ഉള്ള അനുഭവത്തോടെ നമ്മൾ ചൊല്ലണം. ഇതാണ് നമുക്കിത് പ്രയോജനപ്പെടുത്താൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കണം. കണ്ണും പൂട്ടി. ദൈവത്തിന് സമയപരിധിയില്ല. ഈ ഓരോ മൊത്തം ബൈബിളാണ്. മൊത്തം ബൈബിൾ, ഈ പുതിയ നിയമം മൊത്തം ഇതിൻ്റെ അകത്ത്, ചവമാലയ്ക്കകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി അത് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. കണ്ണും പൂട്ടി ധ്യാനിക്കുമ്പോൾ അമ്മ അടുത്ത് വന്നിരിക്കും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതില്ല. ആ ചൂട് മനസ്സിലാവും. അമ്മ ശ്വാസത്തിൻ്റെ കാറ്റ് നമ്മളെ മുകളിൽ അടിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഉണ്ടാകണം. ആ ഒരു അനുഭവം വേണം. അത് എവിടെയാണെങ്കിലും നാണിക്കും ചിലവരൊക്കെ. നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ജപമാല പുറത്തിട്ട് ഇങ്ങനെ ചിലർ ചൊല്ലും, ഇങ്ങനെ ഒളിച്ചു വെച്ച് ചൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. അത് കണ്ട് ഞാനും പഠിച്ച്. ഏത് തിരക്കിലാണെങ്കിലും ഏത് കൂട്ടത്തിലാണെങ്കിലും ഇങ്ങനെ ജപമാല എടുത്ത്, ഞങ്ങൾ അവിടെ ഇംഗ്ലണ്ട് പോയപ്പോൾ ഒക്കെ, ആ മ്യൂസിയം കാണാൻ പോയപ്പോൾ ഒക്കെ, ആ പുറത്ത് പോകുമ്പോൾ എല്ലാം ജപമാല കയ്യിലുണ്ടാകും. അച്ഛൻ്റെ കയ്യിലുണ്ടാകും, എൻ്റെ കയ്യിലും ഉണ്ടാകും. ഇതിലോ ആൾക്കാരിത് കാണണം, അവർക്ക് തോന്നണം. എൻ്റെ പള്ളിയിൽ എല്ലാവരും, ഞാൻ പറയണ അതാ ദൈവമഹത്വം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മറ്റുള്ളവർ ദൈവത്തെ അറിയുന്നതാണ് ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇത്രയും മാത്രമേ കുർബാനയ്ക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോഴത്തേക്ക് ഇത്രയും കൈവെക്കും. ചിലർ ഇങ്ങനെയൊക്കെ കൈവയ്ക്കും. ഞാൻ ഏറ്റവും മുമ്പിൽ പോയി നിന്നിട്ട് ഞാനും എൻ്റെ മോനും എൻ്റെ മക്കളൊക്കെ കൂടി ഞാൻ ഇങ്ങനെ കൈവയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കൈവച്ച് അത് മുട്ടിപ്പയിൽ നിന്നും എണിച്ച് നിന്നും ഒക്കെ ഇങ്ങനെ ചെയ്യലും. പിന്നെ അവസാനം കുർബാന അവസാനിക്കുമ്പോൾ പാട്ട് പാടില്ലേ, അപ്പോൾ ഞങ്ങൾ കൈവിരിച്ച് ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു പകുതി ജനങ്ങളും കൈ പൊക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നിങ്ങൾ അതേപോലെ ഞാൻ കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ആ റോട്ടിൽ നിന്ന് അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. ഞങ്ങളെ മെയിൻ ജംഗ്ഷനാണ്. അവിടെ ഒരു ട്രിനിറ്റി പള്ളിയുണ്ട് കോയമ്പത്തൂർ. ആ ജംഗ്ഷനിൽ നിന്നിട്ട് ഞാൻ കയ്യും പൊക്കി വിശ്വാസം, അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ഏരിയയിൽ മൊത്തം ആ ജംഗ്ഷനിൽ മിക്കവാറും ദിവസവും ഒരു 2 ആക്സിഡൻറ്റ് ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ മരിക്കും, ഇല്ല സീരിയസ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് 5 വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ജംഗ്ഷനിൽ ആഗ്രഹം എന്താ, ഇവിടെ ഈശോയെ ഇവിടെ സംരക്ഷണം നൽകണേ, ഇവിടെ ആക്സിഡൻ്റ് ആകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ മഹത്വം ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിലും ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ഇതുപോലെ ആക്സിഡൻറ്റ്സ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെക്കൊണ്ട് ഇതൊക്കെയാണ് ദൈവത്തിന് പ്രയോജനം. ഉടമ്പടി എടുക്കുന്ന മക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. എങ്ങനെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. അപ്പോൾ ഞാൻ ജപമാലയെ കുറിച്ച് പറഞ്ഞു. ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ ഒരേ രഹസ്യവും കണ്ണും പൂട്ടി അമ്മ മാതാവ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങളും അതിൻ്റെ അടുത്തിരിക്കുകയാണ്. അമ്മയുടെ സൈഡിൽ നിങ്ങളിരിക്കുക. അതെല്ലാം നിങ്ങളെ മനസ്സിൽ കാണണം. അതാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കാൽവരിയിൽ കുരിശിൽ കിടക്കുമ്പോൾ കുരിശിൻ്റെ അടിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് കാണാം. ആ ചൂട് അനുഭവപ്പെടണം. ആ സമയത്ത് തണുപ്പ്, അവിടെ ഇസ്രായേലിലത്തെ തണുപ്പ് കാറ്റൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ നിങ്ങൾ ഒരു ജപമാല ചൊല്ലാൻ ചിലപ്പോൾ സമയമെടുക്കും. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ എടുക്കും. ചിലപ്പോൾ അരമണിക്കൂർ നിന്ന് പോയി ചിലപ്പോൾ ഒരു 10 മണിയെ ചൊല്ലാൻ സാധിക്കും. അത് ഓർത്ത് വെച്ചത് വിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുമോ അവിടെ വെച്ച് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായേ? സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോഴത്തേക്കും, സ്വർഗസ്ഥനായ പിതാവേ നിങ്ങൾ എപ്പോൾ പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ല. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ കണ്ണ് നിറയണം. എൻ്റെ അച്ഛാ, എൻ്റെ അപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എനിക്ക് നീയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പറയുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റൊക്കെ എടുക്കും ചിലപ്പോൾ.
അങ്ങനെ കണ്ണ് നിറഞ്ഞ് ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് എത്ര ജപമാല ചൊല്ലി? 4 ചൊല്ലി. ഓ തൃപ്തിയായി. 1 ചൊല്ലി, മതി, ഇന്നത്തെ കടമ തീർന്ന്. അങ്ങനെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആയുധം ഉപയോഗിക്കാൻ അറിയില്ല. ആയുധം കയ്യിലുണ്ട്, പ്രൈസ് ദി ലോർഡ്, പക്ഷെ അതെടുത്ത് ഉപയോഗിക്കാൻ അറിയില്ല. സാത്താൻ നിങ്ങളെ ബ്ലേഡ് വെച്ചിട്ട് പേടിപ്പിക്കുക, പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ അതും മൂർച്ചയില്ലാത്ത ബ്ലേഡ് അവൻ്റെ കയ്യിലുള്ളൂ. അവൻ പരാജയപ്പെട്ടവനാണ്. ഈശോ കുരിശിൽ അവരെ പരാജയപ്പെടുത്തിയതാണ്. അവൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ബ്ലേഡ് പോലും ഇല്ല. അതിനെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് നിങ്ങൾ വീണിരിക്കുക, അവൻ്റെ അടിമയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും നല്ല ആയുധം ദൈവം തന്നിരിക്കുക. അതുപോലെ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ് വായിക്കേണ്ടത്? അത് ഞാൻ ദുബായ് എയർപോർട്ടിലുണ്ടായപ്പോൾ ഞങ്ങളെല്ലാം കൂടി ദുബായി പോയി. ഞാൻ, വൈഫ്, പിള്ളേരൊക്കെ. ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ നടക്കണം, ഒരു 2 കിലോമീറ്ററൊക്കെ നടക്കണം, ഒരു ഗേറ്റിലിരുന്ന് ഇന്നൊരു ഗേറ്റ്. അപ്പോൾ ഫ്ലൈറ്റ് ബോർഡിങ് കയറാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബോർഡിങ് ഒരു ഗേറ്റ് നമ്പർ പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഗേറ്റ് നമ്പർ മാറി. പെട്ടെന്ന് 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോന് നല്ല പനി. അവനിക്ക് പനി എടുത്തിട്ട് അവൻ ഒരു പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു. അവനിക്ക് എണീക്കാൻ സാധിക്കില്ല. അവിടെ ഇനി എങ്ങനെ കൊണ്ടുപോകും, വണ്ടി വിളിക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ മാർഗവുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ഹല്ലേലൂയ. ഞാൻ അപ്പോൾ ഇത് വചന ദൈവത്തിൻ്റെ ശക്തി. അവനൊക്കെ എണീക്കാൻ വയ്യ, എനിക്ക് പൊക്കാനും സാധിക്കില്ല. അത് പോകണം, 1 കിലോമീറ്റർ പോകണം, 10 മിനിറ്റിൽ എങ്ങനെ എത്താനാ? അവിടെ ഫ്ലൈറ്റ് വിട്ടു പോകും. ഇത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിലാകെ ബൈബിളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഇത് ബോധ്യം വേണം. നമുക്ക് ആ വിശ്വാസമാണത്. വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബോധ്യമുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വചനം എടുത്ത് ഞാൻ പറഞ്ഞ് ഇവൻ്റെ വിരലെടുത്ത് അതിലേക്ക് വെച്ച് ഞാനും വെച്ച് എന്നിട്ട് വചനം വായിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വചനം വായിച്ച് വന്ന്, ദൈവമേ നിൻ്റെ ശക്തി മനസ്സിൻ്റെ അകത്ത്, നിൻ്റെ ശക്തി ഇവൻ്റെ ശരീരത്തിൽ ഇറങ്ങി വരട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊന്ത വെച്ച് പറയാം, അവൻ്റെ തല നേരെയായി എണിച്ച് നിന്നവൻ. എന്നിട്ട് ഞാൻ ഓടിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് അവിടെ ഫ്ലൈറ്റ് പിടിച്ചത്. ആ ഗേറ്റിലേക്ക് മാറിപ്പോയി ഞങ്ങൾ പിടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ബോധ്യമുള്ളവർ, വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം അനുഭവമായിട്ട് മാറും. ഇല്ലാതെ വെറുതെ കടമയ്ക്ക് വെറുതെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് പിടിച്ചെന്ന് പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ഈ വചനം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം എന്നോട് മാത്രമേ സംസാരിക്കണം. ഇത് മറ്റുള്ളവരോടോ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതോ ഇല്ല. ഈ വചനം എനിക്ക് വേണ്ടിയിട്ട് ദൈവം സംസാരിക്കുകയാണെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവമല്ലേ ഈ നിങ്ങളാണ് വായിക്കുന്നത്, ഉറക്കെ വായിക്കണം. ആ സ്വരം നിങ്ങളുടെ ഇല്ല, അത് ദൈവത്തിൻ്റെ ആണെന്നുള്ളൊരു ബോധ്യത്തിലാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഉറക്കെ വായിക്കണം. അത് എൻ്റെ സ്വരമില്ല, ഞാനില്ല വായിക്കുന്ന, ഞാൻ ഇവിടെ ഇരിക്കുന്നു, പക്ഷേ അതിലിരുന്ന് വരുന്ന സ്വരം എൻ്റെ ദൈവത്തിൻ്റെ ആണ്. എന്താ? ദൈവം വചനമാണ്. ഇങ്ങനെ എനിക്ക് ദൈവത്തെ സ്പർശിക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ നിങ്ങൾ വചനം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അതേപോലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അത് നമ്മളെ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോടത്തെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ ഒരു കാരണവശാലും ഞാൻ ഈ മണ്ണിൽ ജീവിക്കുന്ന കാലം വരെ കുർബാന മുടക്കിപ്പിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഒരു കാലുവേദന വന്നാൽ, ഞാൻ പറയണത് ശ്രദ്ധിച്ചോ, ഒരു കാലുവേദന വന്നാൽ ഈശോയെ എൻ്റെ കാലുവേദന മാറ്റിത്തരണം, എനിക്ക് കുർബാന മുടങ്ങിപ്പോയി ഈശോ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. അപ്പം കാലുവേദന മാറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ വെറുതെ കാലുവേദന മാറിയിട്ട് ഞാൻ സിനിമയ്ക്ക് പോകാനാണ്, കറങ്ങാനാണ്, ഇല്ല എന്തെങ്കിലും കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അത് പ്രയോജനപ്പെടുത്താൻ പറ്റണം. നിങ്ങൾക്ക് പ്രയോജനമായിരിക്കണം. എനിക്കൊരു ഭവനം വേണം ഈശോയെ. വാടക വീടാണ് എനിക്ക്. അവിടെ എനിക്ക് ഉറക്കെ നിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ഈശോയെ. നീ പറഞ്ഞു നോക്ക്. എനിക്ക് പള്ളിയുടെ അടുത്ത് ദിവസം കുർബാനയ്ക്ക് പോകണം, എനിക്കൊരു ഭവനം അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്. എന്താ? പക്ഷെ ചോദിച്ചിട്ട് ഞാൻ കുർബാനയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. നീ ദിവസം കുർബാനയ്ക്ക് പോകുന്നവളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കാലത്തെ ആദ്യത്തെ 6 മണിക്ക് എന്ത് പനി അത് ദൈവം നോക്കും. അവിടെ ഇതൊന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും. എന്ത് പനിയുണ്ടെങ്കിലും, തലകറക്കമുണ്ടെങ്കിലും, ഛർദിലുണ്ടെങ്കിലും, കാലുവേദന ഉണ്ടെങ്കിലും, മുറിവുണ്ടെങ്കിലും നീ കുർബാനയ്ക്ക് എത്താൻ സാധിച്ചാൽ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നിനക്ക് ഈശോടത്ത് ചോദിക്കാൻ സാധിക്കും. ഈശോയെ ഒന്ന് തന്നൂടെ എനിക്ക് ഒരു നല്ലൊരു ഭവനം പള്ളിയുടെ അടുത്ത് തന്നൂടെ എനിക്ക് ദിവസവും നിന്നെ കാണാതെ സാധിക്കില്ല. ഞാൻ മരിച്ചാലും
മരിക്കുന്നതിൻ്റെ മുമ്പത്ത് ഞാൻ പള്ളി കടന്ന് കുർബാന കടന്ന് മരിക്കണം, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞ് നീ ഉപയോഗിച്ച് നോക്ക്. ആ ആയുധം നിനക്ക് ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ നീ സാത്താൻ നിന്നെ തൊടില്ല, ആ ബ്ലേഡും വെച്ചിട്ട് നിൻ്റെ അടുത്ത് വരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ റോമ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ചെയ്യുമ്പോഴും ഒറ്റ കാര്യം, ഇതാണ് ഏറ്റവും വലിയ ആയുധം. ദൈവം തന്നെ പറയണത്, നീ വിജയിക്കേണ്ടത്, തിന്മേനെ ജയിക്കേണ്ടത് നന്മ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. തിന്മ എന്താണ്? മൂർച്ച പോയ ബ്ലേഡാണ്. നന്മ AK-47 ആണ്. പ്രൈസ് ദി ലോർഡ്. അത് വെച്ചാണ് നീ ജയിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് നീ ജയിക്കുക. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് ജയിക്കുക? നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അത് റോമ 12:14 ഇത് പിൻ പോയിൻ്റ്, അത് എഴുതി വെച്ചോ. നിങ്ങളുടെ വീട്ടിലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അത് ഒരു സ്ഥലത്ത് എഴുതി ദിവസവും നോക്കണം. ഞാൻ തിന്മേനെ നന്മ കൊണ്ടാണ് ജയിക്കുന്നത് എന്ന് ഭർത്താവ് ഒന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തിരിച്ച് 4 വാക്ക് പിന്നെയും പറഞ്ഞ്. ഒരാൾ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാൽ അവിടെ ചീത്ത വിളിച്ച്, അതില്ല. മനുഷ്യനാണ് നമ്മൾ ചീത്ത വിളിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ബോധ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം നിൽക്കും. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആ വാക്ക് വരില്ല. ഇത് ഞാൻ തിന്മ കൊണ്ട് ജയിക്കാൻ നോക്കിയാണ്, ഇല്ല. മൂർച്ചയില്ലാത്ത ബ്ലേഡിന് ഞാനും ഒരു ബ്ലേഡും വെച്ചാണ് കളിക്കണം. എൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കണം, നന്മ തന്നിട്ടുണ്ട്. AK-47 ഉണ്ട്, എനിക്ക് വിജയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. എനിക്ക് ഇവിടെ ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എനിക്ക് ഇവിടെ കോയമ്പത്തൂർ ഹൗസിംഗ് പ്ലോട്ട്സാണ് ഞാൻ ചെയ്യണം. ഒരു 10-14 ഏക്കറിൽ ഈ പ്ലോട്ട് തിരിച്ചിട്ട് സെയിൽ ചെയ്യണ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഈ പ്ലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ പ്ലോട്ട് കൊടുത്തവൻ ഒരു വീട് വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുക. ഒരു പയ്യനാണ്, അവൻ കോൾ ടാക്സിയാണ്, കുറച്ച് റൗഡീസൊക്കെ ഉള്ള. അപ്പോൾ ഞാൻ എൻ്റെ സൂപ്പർവൈസർ വന്നിട്ട് പറഞ്ഞ് അവിടെ റോഡ് ഇടാൻ ഇവൻ സമ്മതിക്കില്ല. ഇവൻ റോഡിൽ ഒരു ടാങ്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളമൊക്കെ പോകാൻ റോഡിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. റോഡ് ഇട്ടില്ലെങ്കിൽ എനിക്ക് അപ്പുറത്തുള്ള പ്ലോട്ട്സ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇവൻ വലിയ പ്രശ്നം. ഇവൻ്റെ അച്ഛൻ കടപ്പാറ എടുത്തിട്ട് അവനെ കുത്താമെന്ന് ആൾക്കാരെ, ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ച്, എൻ്റെ സൂപ്പർവൈസറും റോഡ് പണിക്കാരെല്ലാം കൂടി ഇതെടുത്ത് വെച്ച്. പ്രൈസ് ദി ലോർഡ്. വന്നു കഴിഞ്ഞപ്പോൾ അപ്പം എനിക്ക് അവിടെ കമ്മീഷൻ ഓഫീസിൽ എല്ലാവരായിട്ടും നല്ല പരിചയമുണ്ട്, ബന്ധമുണ്ട്. പക്ഷേ നമുക്ക് ബന്ധമുണ്ടെങ്കിലും നമ്മളെ ബന്ധം ഏറ്റവും വലിയ ബന്ധം ആരാ? ഈശോ അല്ലേ. ഈശോ അടുത്ത് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ അപ്പം അത്രയും അവൻ എന്നെക്കുറിച്ചും ചീത്ത വിളിച്ച്, എന്നെ കുറേ ചീത്ത വിളിച്ച്, ഞാൻ വന്നാൽ എന്നെ തല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ. അവൻ അങ്ങനെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ആളെല്ലാം കൂട്ടി ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു നിമിഷം മനുഷ്യൻ ഇട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഇവനെ പിടിച്ച് അകത്താക്കി അകന്ന് കമ്മീഷൻ ഓഫീസിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങേര് പറഞ്ഞ് ജസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ മാനേജറെ കൊണ്ടൊന്ന് കൊടുപ്പിക്കുക, അവരിപ്പോൾ എടുത്തിട്ട് റിമൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് തിന്മേനെ നന്മ കൊണ്ടല്ലേ ജയിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളും ഇതല്ലേ ചെയ്യണമെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നന്മ AK-47 ആണ്. ജോസഫ് അച്ഛൻ പറഞ്ഞ നന്മ AK-47 ആണ്, മറ്റത് വരുന്നത് ഒരു പിച്ചാത്തിയാണെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നന്മ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇവനെ ഒന്നാതെ തന്നെ അവിടെ കുറേ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് ദേഷ്യപ്പെടല്ലേ, ഈ പറഞ്ഞു നിനക്ക് എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ സമാധാനമായിരിക്കും, നിനക്ക് എന്താ പ്രശ്നം? ഡിച്ച് നിൻ്റെ പോകരുതല്ലേ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പൈപ്പ് ഇട്ടാൽ പോരാ, പൈപ്പിന് കുറേ കാശാകും, അത് എനിക്കിപ്പോൾ പറ്റില്ല. ഞാൻ പറഞ്ഞു പൈപ്പ് ഞാൻ ഇട്ട് തരാം, നീ അത് എന്നോട് പറഞ്ഞാൽ പോരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലവാക്കി ഞാൻ പൈപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഇപ്പോൾ അവൻ നിന്നിട്ടാണ് ഞങ്ങളെ വർക്കൊക്കെ നോക്കിക്കുന്നത് അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാച് അവിടെ നമ്മളെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കാൻ അടവുണ്ടാക്കി, ബ്ലേഡ് കാണിച്ച് ഇവനെ കൊണ്ട് പ്രലോഭനം കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കുറച്ച് വഴക്കിട്ട് അവനെ പിടിച്ച് ജയിലിലാക്കി, അഹങ്കാരം എനിക്ക് തലയ്ക്ക് മുകളിൽ കയറി ദൈവത്തിരുന്ന് അകന്നു പോകുന്നതാണ് പിശാച് വിചാരിച്ചത്. അത് യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്, നീ ദൈവത്തിരുന്ന് അകന്നു പോകാൻ. പക്ഷേ നമ്മൾ നന്മ കൊണ്ട് പിശാചിനെ തോൽപ്പിച്ച് ഇപ്പം അവൻ സ്നേഹത്തിലാണ്. അവൻ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുക. കോയമ്പത്തൂർ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുക. ഹൈന്ദവനാ, അവൻ വരും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് തിന്മേനെ നന്മ കൊണ്ട് ജയിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.